ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ ആണ് കേട്ടോ. ഞാൻ കുറേ നാളായി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട്, പക്ഷെ പല പല കാരണങ്ങൾ അത് നടക്കാറില്ലായിരുന്നു. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു എന്താണെങ്കിലും എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ ഒന്ന് കാണിക്കാതെ. എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഇന്നോ ഇന്നലെയോ മിഞ്ഞാന്നോ ഉണ്ടായ കളക്ഷൻ അല്ല, വർഷങ്ങളായിട്ടുള്ള കളക്ഷനാണ് കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ക്രേസാണ് നെയിൽ പോളിഷ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഞാനൊരു 7th സ്റ്റാൻഡേർഡ് ഒക്കെ എത്തിയപ്പോൾ തൊട്ടിട്ട് ഞാൻ നഖം നീട്ടി വളർത്തുന്ന ഒരാളാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലോങ് ആയിട്ടുള്ള നെയിൽ. ഒരു കയ്യിൽ മാത്രമേ വളർത്താറുള്ളൂ. ഇടയ്ക്ക് വല്ലപ്പോഴും ഇഷ്ടം വല്ലാണ്ട് കൂടുമ്പോൾ ഞാൻ ചിലപ്പോൾ റൈറ്റ് ഹാൻഡിലും ചെയ്യാറുണ്ട്. പക്ഷെ അത് പലപ്പോഴും ഫ്ലോപ്പ് ആവാറാണ്. കാരണം നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോഴൊക്കെ ഉള്ള ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഞാൻ അത് ഡ്രോപ്പ് ചെയ്യും. പക്ഷേ ഈ ഒരു നഖം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കയ്യിൽ എപ്പോഴും മെയിൻറ്റൈൻഡ് ആയിട്ട് ഇരിക്കുന്നതായിട്ട് എനിക്ക് അത്ര ഇഷ്ടമാണ്. നഖം നീട്ടി വളർത്തുന്നതും അതുപോലെ തന്നെ നെയിൽ പോളിഷ് ഇടുന്നതും. അപ്പോൾ കുറേ നാളായിട്ടുള്ള കളക്ഷൻ എൻ്റെ കയ്യിലുണ്ട്. ചിലതൊക്കെ എക്സ്പയർഡ് ആയിട്ടുള്ളതും ഉണ്ട് കേട്ടോ, പക്ഷെ ഞാൻ യൂസ് ചെയ്യാറുണ്ട്. പിന്നെ ഞാൻ പുതിയത് വാങ്ങിക്കൂട്ടുന്നതും കുറേ ഉണ്ട്. അങ്ങനെ എൻ്റെ നെയിൽ പോളിഷ് കളക്ഷനാണ് ഞാനൊന്ന് കാണിക്കുന്നത്. അപ്പോൾ വീഡിയോക്ക് കിടക്കുന്നതിൻ്റെ മുന്നേയിട്ട് നമ്മളെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതുണ്ടെങ്കിൽ നമ്മളെ വീഡിയോസിലെ കണ്ടന്റ്സ് എല്ലാം നോക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്താണെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി വേഗം തന്നെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതേ ഞാൻ ഇതാ ഇതുപോലൊരു ബോക്സിലാണ് എൻ്റെ നെയിൽ പോളിഷുകളെല്ലാം ഇട്ട് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇത് സാധാരണ ഒരു ബോക്സാണ്. ഞാൻ അതിന് വേണ്ടി പ്രത്യേകിച്ച് ഓർഗനൈസറോ കാര്യങ്ങളോ ഒന്നും വാങ്ങിച്ചു കഴിഞ്ഞാൽ എൻ്റെ നെയിൽ പോളിഷിന്റെ കളക്ഷൻ ഇങ്ങനെ കാണാം. അപ്പൊ ഇതാ ഇങ്ങനെയാണ് എൻ്റെ നെയിൽ പോളിഷ് കളക്ഷൻ ഇപ്പോൾ ഉള്ള സ്ഥിതി ഇങ്ങനെയാണ്. അപ്പോൾ ഇതിലുള്ളതെല്ലാം അറ്റ് പ്രസന്റ് വർക്കിംഗ് ആണ്. അപ്പോൾ ഇത് ഇനി ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. പക്ഷെ ഇത് ഓരോന്ന് അപ്ലൈ ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് അത്ര പോസിബിൾ ആയിട്ടുള്ള ഒരു കാര്യമില്ല. ഞാൻ ജസ്റ്റ് കാണിക്കാന്നേ ഉള്ളൂ. ഇതിൽ ചിലതൊക്കെ ഓൺലൈനായിട്ട് വാങ്ങിച്ചിട്ടുള്ളതാണ്, പക്ഷെ അധികം ഓഫ്ലൈൻ ആണ് കേട്ടോ. ഇടയ്ക്ക് വാങ്ങിയതിൻ്റെയൊക്കെ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. ഇതിൽ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് എൻ്റെ സുഡിയോ കളക്ഷൻ ആണ് കേട്ടോ. ഇതാ ഇത്രയും നെയിൽ പോളിഷ് ഞാൻ സുഡിയോന്ന് വാങ്ങിച്ചതാണ്. പലപ്പോഴായിട്ട് സുഡിയോയിൽ പോകുമ്പോൾ ഇങ്ങനെ കൂട്ടി വെക്കുന്നതാണ് കേട്ടോ. എല്ലാം ഒറ്റയടിക്ക് വാങ്ങിക്കുന്നൊന്നല്ല, പലപ്പോഴായിട്ട് പോകുമ്പോൾ വാങ്ങിക്കുന്നതാ. 6 കളറാണ് സുഡിയോൻ്റെ ഉള്ളത്. എനിക്ക് സുഡിയോൻ്റെ നെയിൽ പോളിഷ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഭയങ്കരമായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ നല്ല പേസ്റ്റൽ ഷെയ്ഡ്സും അവൈലബിൾ ആയിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനത്തെ ഷെയ്ഡ്സും. അതുപോലെ തന്നെ ഒരുപാട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നതുകൊണ്ടും സുഡിയോ നെയിൽ പോളിഷ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു യെല്ലോ ആണ്. ബട്ടർ കപ്പ് C04 എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് ഇത്. പിന്നെ നെക്സ്റ്റ് വൺ വരുന്നത് ക്ലിയർ സ്കൈ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഷെയ്ഡ്. അടുത്തത് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ്. ഇത് ലൈലാക്ക് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇതാണ് ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുള്ള ഈ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് ആസ്റ്റർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഒരു ലാവൻഡർ ഷെയ്ഡാണ്. ഇത് ഒരു ഗ്ലിറ്ററി ഫീൽ വരുന്നതാണ്. ട്വിലൈറ്റ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ്. ഇതൊരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷ് ആണ് കേട്ടോ. ഒരു പർപ്പിൾ ഷെയ്ഡില് ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു നെയിൽ പോളിഷ്. ഷിയർ എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് വളരെ ന്യൂഡ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇങ്ങനത്തെ ഷെയ്ഡ്സും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ നെക്സ്റ്റ് കാണിക്കാൻ പോകുന്നത് ഇത് ഞാൻ 3 കോംബോ പാക്കറ്റായിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. ജ്യൂസ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ നെയിൽ പോളിഷ് ആണ് കേട്ടോ. ഇത് കോംബോ പാക്കറ്റായിട്ട് 3 കിട്ടുന്നതാണ്. ഇതിന്റെ ഈ ഒരു ഷെയ്ഡ്സ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എൻ്റെ ഈ ഒരു ഡ്രസ്സിന്റെ ഷെയ്ഡാണ് കേട്ടോ. ഈ ഒരു കളർ വരുന്നത് അതിനേക്കാൾ ലൈറ്റർ ആയിട്ടുള്ള ഒരു ഷെയ്ഡ്. ഇത് അടുത്തത് കുറച്ചും കൂടി ലൈറ്റർ ആയിട്ടുള്ള ഒരു കളർ. അപ്പൊ ഇതിങ്ങനെ കോംബോ പാക്കറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ് ആമസോണിൽ നിന്നാണ്. പിന്നെ ഇതെന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഷെയ്ഡാണ്. ഇത് ഫേസസ് കാനഡയുടെ സ്പ്ലാഷ് എന്ന് പറയുന്ന ഒരു റേഞ്ചിൽ വരുന്ന നെയിൽ പെയിന്റ് ആണ് വരുന്നത്. 119 രൂപ. വില കുറഞ്ഞ് നമുക്ക് പലപ്പോഴും 80-70 റേഞ്ചിലൊക്കെ കിട്ടും. അപ്പൊ ഞാൻ അങ്ങനെ വാങ്ങിച്ചതാണ് കേട്ടോ. ഇത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള. ഇത് 2 വരുന്നത് NYBയുടെ ആണ് കേട്ടോ. ഇത് ഞാൻ പർപ്പിൾ നിന്ന് വാങ്ങിച്ചതാണ്. ഈ ഒരു 2. ഇത് വന്നിട്ട് ഒരു മിറർ ടൈപ്പ് പെയിന്റ് ആണ്, നെയിൽ പെയിന്റ് ആണ്. അതായത് നല്ല ഗ്ലോസി ആയിട്ട് ഒരു മിറർ എഫക്റ്റ് കിട്ടുന്ന രീതിയിലുള്ള ഒരു നെയിൽ പെയിന്റ് ആണ്. ഗ്രീൻ ഫേൺസ് എന്ന് പറയുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇത് 2 പർപ്പിൾ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. നല്ലതാണ്, നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് ഈ ഒരു നെയിൽ പോളിഷും ഭയങ്കര ഇഷ്ടമാണ്. ഈ 2 വരുന്നത് ഡാസ്ലറിന്റെ ആണ് കേട്ടോ. ഐറ്റെക്സ് ഡാസ്ലറിന്റെ. ഇതൊക്കെ ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. ഇതൊക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്ന് പോലും എനിക്ക് അറിയില്ല. ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ളതാണ്. വലിയ ബോട്ടിൽ വൈൻ കളറാണ്. ഇത് നല്ല സ്കൈ ബ്ലൂ കളർ കേട്ടോ. ഇത് 2 വർക്കിംഗ് ആണ്. കാരണം ഇതിന്റെ ടോപ്പ് കണ്ടാൽ അറിയാം കുറച്ച് പഴയതാണ്, പക്ഷേ സ്റ്റിൽ വർക്കിംഗ് ആണ്. നെക്സ്റ്റ് കളക്ഷൻ എന്ന് പറഞ്ഞാൽ ഡാസ്ലറിന്റെ ഈ കുഞ്ഞു ബോട്ടിൽസ് ആണ്. ഇതിന് 45 റുപ്പീസ് ആണ് വരുന്നത്. ഇതൊക്കെ ഷോപ്പിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. എനിക്കറിയില്ല ഇത് ഓൺലൈനിൽ അവൈലബിൾ ആണോ എന്നുള്ളത്. ഇതാ ഇങ്ങനത്തെ കുറേ കളക്ഷൻ ഉണ്ട്. ഇത് നല്ലൊരു മെറൂണ്. ഇത് അതിന്റെ കുറച്ചും കൂടി ഡാർക്കർ ഷെയ്ഡ്. ഇത് നല്ല റെഡ്. ചിലപ്പോഴൊക്കെ ഇടാറുണ്ട്. എനിക്ക് അങ്ങനെ എപ്പോഴും ഈ ഷെയ്ഡ് ഇഷ്ടമല്ല, പക്ഷെ ചിലപ്പോഴൊക്കെ ഇടാറുണ്ട് കേട്ടോ. ഒരു മൂഡ് വരുമ്പോഴും. പിന്നെ ഇതൊരു ലാവൻഡർ ഷെയ്ഡ്. ഇത് ബ്ലാക്ക് എനിക്ക് ഭയങ്കര ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു നെയിൽ പെയിന്റ് ആണ്.
എനിക്ക് യൂഷ്വലി ഗ്ലിറ്ററി ആയിട്ടുള്ളത് അത്ര വലിയ താല്പര്യമില്ല. എനിക്ക് മാറ്റ് ഫിനിഷ് ഉള്ളതാണ് കൂടുതൽ ഇഷ്ടം. അപ്പം ഞാൻ എപ്പോഴും മാറ്റ് അല്ലെങ്കിൽ പെയിന്റ് ടൈപ്പാണ് വാങ്ങിക്കാറ്. അങ്ങനെ ഒരു ഗ്ലോസി ആയിട്ടുള്ളത് എനിക്ക് വലിയൊരു ഇഷ്ടമില്ല. പക്ഷെ ചിലപ്പോൾ അതങ്ങനെ ഇഷ്ടമാവും. പിന്നെ അടുത്തത് വന്നിട്ട് ബ്ലൂ ഹെവൻ്റെ ആണ് കേട്ടോ. ഈ ഒരു 5 ബ്ലൂ ഹെവൻ്റെ ആണ്. ആക്ച്വലി 5 ഉള്ളായിരുന്നു. എൻ്റെ അടുത്ത് കുറേ ഉണ്ടായിരുന്നു ബ്ലൂ ഹെവൻ്റെ. ചിലതൊക്കെ പോയി, ചിലതൊക്കെ കട്ട പിടിച്ച് പോയി. അങ്ങനെയാണ്. ബ്ലൂ ഹെവൻ്റെ ഈ ഒരു റേഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല മാറ്റ് ഫിനിഷ് ഉള്ള നെയിൽ പെയിന്റ്സ് ആണ് കേട്ടോ. എല്ലാം നല്ല ഭംഗിയാണ്. അതുപോലെ തന്നെ കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യും ചെയ്യും കേട്ടോ. അപ്പം ഞാൻ ഈ ഒരു റേഞ്ചിൽ ഞാൻ വാങ്ങിച്ചപ്പോൾ ഒരു 8-10 വാങ്ങിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ ഇത് മാത്രമേ വർക്കിംഗ് ആയിട്ടുള്ളൂ. ഇത് കുറച്ച് മുന്നേ നടക്കുന്ന കഥയാണ് കേട്ടോ. എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷം മുന്നേ വാങ്ങിച്ചു വെച്ചാണ്. പക്ഷേ വർക്കിംഗ് ആയത് ഞാൻ ഇപ്പോഴും കാത്തു സൂക്ഷിക്കുന്നുണ്ട്. പിന്നെ ഇത് ഗോൾഡ് ആണ് കേട്ടോ. ഗോൾഡൻ ഷെയ്ഡ് എപ്പോഴൊന്നും ഇടാറില്ല, പക്ഷെ എനിക്ക് ഗോൾഡൻ ഷെയ്ഡ് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇങ്ങനെ കുറച്ച് ബ്ലൂ ഹെവൻ്റെ സാധനങ്ങളും വാങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് 2 SQൻ്റെ ആണ്. ഇത് ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. അത് പേർപ്പിളിൽ നിന്ന് ഞാൻ വാങ്ങിച്ചിട്ടുള്ളതാണ്. SQൻ്റെ നെയിൽ പോളിഷ് ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. കളേഴ്സ് എല്ലാം ഷെയ്ഡ്സ് എല്ലാം നല്ലതാണ്, പക്ഷെ ഒട്ടും ലാസ്റ്റ് ചെയ്യില്ല. അപ്പം അതുകൊണ്ട് ഞാനിത് അധികം യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാം. എന്ന് പറയുന്ന ഒരു ഷെയ്ഡ്, ഒരു ബ്രൗൺ ന്യൂഡ്, പിന്നെ ഒരു ഗ്ലിസ്റ്റർ ഹൈ എന്ന് പറയുന്ന ഒരു ഗ്രേ ഷെയ്ഡ് കേട്ടോ. അങ്ങനെ ഈ 2 SQ. ഒരു ക്ലിയർ ഉണ്ട്, ഒരു ക്ലിയർ നെയിൽ പോളിഷും കൂടി ഉണ്ട്. ഇത് സുഡിയോന്റെ. ഇത് ഡാസ്ലറിന്റെ തന്നെ കുറച്ചും കൂടി ഹൈ എൻഡിൽ വരുന്ന ഒരു നെയിൽ പെയിന്റ്. 100 rupees ആണ്. ഇത് കുറച്ചും കൂടി ലാസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷെ നല്ല കളറാണ്, ഒരു നല്ലൊരു നേവി ബ്ലൂ ഷെയ്ഡാണ്. എനിക്ക് ഇങ്ങനത്തെ ഡാർക്ക് ഷെയ്ഡ്സും ഇഷ്ടമാണ്. കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ബ്ലാക്ക് ആണോ എന്ന് തോന്നിപ്പോവും. അങ്ങനത്തെ ഒരു നേവി ബ്ലൂ ആണ്. പിന്നെ വരുന്നത് ഇതുപോലൊരു നെയിൽ പെയിന്റ് ആണ് കേട്ടോ. ഇത് ആക്ച്വലി എനിക്ക് ചൈനയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ. എൻ്റെ ഒരു കൊലീഗ് അല്ല, എൻ്റെ ഒരു റിസർച്ച് സ്കോളർ ഉണ്ടായിരുന്നു. അപ്പം ആ ചേച്ചി എനിക്ക് ചൈനയിൽ പോയി വരുമ്പോൾ കൊണ്ടു തന്നതാണ്. രശ്മി ചേച്ചി ഇത് കാണുന്നുണ്ടെങ്കിൽ ചേച്ചി ഞാനിത് ഇപ്പോഴും സൂക്ഷിക്കുന്നുണ്ട്. പക്ഷെ ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ് കേട്ടോ. ഒരു 6 വർഷത്തോളമായി, പക്ഷേ സ്റ്റിൽ ഇത് വർക്കിംഗ് ആണ്. നല്ല അടിപൊളി നെയിൽ. ചിലപ്പോൾ കട്ട പിടിക്കാൻ തുടങ്ങിയാൽ ഞാൻ നെയിൽ റിമൂവർ ഇട്ട് ജസ്റ്റ് സെറ്റ് ആക്കും. അപ്പോൾ ഇതെനിക്ക് ഭയങ്കര സ്പെഷ്യലാണ്. ഇതെനിക്ക് രശ്മി ചേച്ചി തന്നതാണ് ഈ ഒരു നെയിൽ പെയിന്റ്. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുപോലെ തന്നെ ഇതും എനിക്ക് സ്പെഷ്യലാണ്. ഇത് ഞാൻ മലേഷ്യയിൽ പോയപ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതുപോലത്തെ ഒരു 2-3 കൂടി ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം കട്ട പിടിച്ചു പോയി. പക്ഷെ ഇത് ഇപ്പോഴും വർക്കിംഗ് ആണ്. ഇത് കട്ട പിടിച്ചിട്ടില്ല. ഇത് ഇങ്ങനെ ഒരു ഗ്ലിറ്ററി ആയിട്ടുള്ള ഒരു ടൈപ്പാണ് കേട്ടോ. വലിയ ചങ്കായിട്ടുള്ള ഗ്ലിറ്റേഴ്സ് വരുന്ന ഒരു നെയിൽ പെയിന്റ് ആണ്. നല്ല രസമാണ് കേട്ടോ. നമ്മൾ ഈ നെയിൽ ആർട്ടൊക്കെ ചെയ്യുന്ന സമയത്ത് ഈ അറ്റത്ത് ഇങ്ങനെ ഈ ഒരു പെയിന്റ് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ്. ഇതിൽ വലിയ ഗ്ലിറ്റേഴ്സും ഉണ്ട്, കുഞ്ഞു ഗ്ലിറ്റേഴ്സും ഉണ്ട്. അപ്പം നല്ലൊരു ഫീലിൽ കിട്ടും. അപ്പം ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ വരുന്നത് ഒരു പ്രൈമർ ആണ് കേട്ടോ. ഇത് മെബിലിന്റെ ഒരു പ്രൈമർ ആണ്. ഇത് ബേസ് കോട്ടായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ള ഒരു പ്രൈമർ. അതുപോലെ തന്നെ വേറൊരു സാധനം വരുന്നത് ഇത് ലാക്മേ 9 to 5 റേഞ്ചിൽ വരുന്ന ഒരു പ്രൈമർ പ്ലസ് മാറ്റ് ആണ് കേട്ടോ. ഇതെന്താന്ന് വെച്ചാൽ നമ്മൾക്ക് ഗ്ലോസി ആയിട്ടുള്ള നെയിൽ പെയിന്റ് ഇട്ട് ഇത് ജസ്റ്റ് ഇതിന്റെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു വിത്തിൻ സെക്കൻഡ്സ് ഇത് മാറ്റ് ഫിനിഷ് ആവും. അപ്പൊ അതുകൊണ്ട് ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ നമുക്ക് മാറ്റിൽ അവൈലബിൾ ആവില്ല, നല്ല ഗ്ലോസി ആയിട്ടുള്ളതായിരിക്കും അവൈലബിൾ. അപ്പോൾ നമ്മൾ ആ കളർ ഇഷ്ടപ്പെട്ട് ആ സാധനം വാങ്ങിച്ച് ഇതിന്റെ മുകളിൽ അടിച്ചു കഴിഞ്ഞാൽ ഫുൾ മാറ്റ് ആയിരിക്കും. അപ്പൊ ഈ ഒരു സാധനം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. 250 rupees ആയിരുന്നു അന്ന്. ഇത് കുറച്ച് പഴക്കമുള്ള സാധനം. വരുന്നത് ഒരു മഞ്ഞയാണ് കേട്ടോ. ഇതൊരു മഞ്ഞിച്ചിരിക്കുന്ന മഞ്ഞയാണ്. നല്ല ഡാർക്ക് മഞ്ഞയാണ് കേട്ടോ. അത് ഞാൻ എപ്പോഴും ഒന്നും ഇടാറില്ല. പക്ഷെ നമുക്ക് ഇങ്ങനെ ഒരു ഗോവൻ ട്രിപ്പ് അല്ലെങ്കിൽ ഒരു ബീച്ച് വൈബിനൊക്കെ പറ്റിയിട്ടുള്ളൊരു നല്ല യോയോ ആയിട്ടുള്ള ഒരു അറ്ററിന്റെ കൂടെയൊക്കെ നന്നായിട്ട് സ്യൂട്ട് ആവുന്ന ഒരു മഞ്ഞയാണ് കേട്ടോ. ഇതും ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ യൂഷ്വൽ വരുന്ന ഇങ്ങനത്തെ കുറച്ച് കളേഴ്സ് ഒക്കെ ഉണ്ട്. ബ്ലൂ ഹെവൻ്റെ ഇതൊന്നും ഞാൻ എടുത്ത് കാണിക്കുന്നില്ല കേട്ടോ. അതൊക്കെ ഞാൻ ഇങ്ങനെ ഓരോരോ ഷോപ്പിൽ നിന്ന് ഇങ്ങനെ വാങ്ങിച്ചതാണ്. ഇതാ അങ്ങനെ. പിന്നെ ഒരു വൈറ്റ് ഉണ്ട്, ഒരു ബ്ലാക്കും ഒരു വൈറ്റും നിർബന്ധമാണല്ലോ. അങ്ങനെ ഇത് ഇൻസൈറ്റിന്റെ ആണ് കേട്ടോ. ഇൻസൈറ്റ് കോസ്മെറ്റിക്സിന്റെ ആണ്. ഇത് ഞാൻ ആമസോണിൽ ഒരു പൊട്ട നെയിൽ പോളിഷ് ഞാൻ കണ്ടിട്ടില്ല. ഒട്ടും കൊള്ളില്ല കേട്ടോ. കാരണം ഇട്ട് കഴിഞ്ഞ് അന്ന് തന്നെ ഇത് ഇളകി പോരുന്ന ഒരു കണ്ടീഷൻ. അതുകൊണ്ട് ഞാൻ അത് ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല കേട്ടോ. എനിക്ക് ഇൻസൈറ്റ് ഞാൻ പിന്നെ വാങ്ങിച്ചിട്ടേ ഇല്ല. ഇതിന്റെ ഫസ്റ്റ് പരീക്ഷണമായിരുന്നു. പിന്നെ ഞാൻ വാങ്ങിച്ചിട്ടില്ല. പിന്നെ വരുന്നത് എൻ്റെ നെയിൽ പോളിഷ് ഉണ്ടായാൽ പോരാ, റിമൂവർ വേണമല്ലോ. അപ്പൊ അതാ നെയിൽ പോളിഷ് റിമൂവർ ആണ്. ഇത് ഞാൻ ഇങ്ങനെ ഒരു കോംബോ പാക്ക് ആയിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ. കളർ ബാറിന്റെ. ഇത് ആമസോണിൽ 2 ഇങ്ങനത്തെ റിമൂവേഴ്സ് ഉണ്ട്. പിന്നെ നമ്മളെ സാധാരണ ലാക്മേയുടെ ഒരു റിമൂവർ ഉണ്ട്. ഇതിപ്പോൾ ഏകദേശം ഇതിന്റെ പണി കഴിയാനായിട്ടുണ്ട്. ഈ ഒരു റിമൂവർ ഉണ്ട്. പിന്നെ സുഡിയോന്റെ ഒരു നെയിൽ പോളിഷ് റിമൂവർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ റീസെന്റ് ആയിട്ട് വാങ്ങിയതാണ്. ഞാൻ എൻ്റെ വ്ളോഗിൽ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ട്. റീസെന്റ് ആയിട്ട് വാങ്ങിച്ചിട്ടാണ്. ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതുപോലത്തെ പാഡ്സ് ആയിരിക്കും. ഇതും നല്ലൊരു പ്രൊഡക്റ്റ് ആണ്. ഇതുപോലുള്ള പാഡുകളായിരിക്കും. അപ്പം നമുക്ക് എക്സ്ട്രാ കോട്ടൺ പാഡിന്റെ ആവശ്യം വരുന്നില്ല. ഇത് ജസ്റ്റ് വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് റിമൂവ് ആവും.
പിന്നെ അതുപോലെ തന്നെ വേറെ ഒരു ലോക്കൽ ബ്രാൻഡിൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ വൈബ്സ്. അപ്പോൾ അതാ ഇത്രയാണ് ആക്സസറീസ്. പിന്നെ അതാ വേറൊരു സാധനം കൂടി ഉണ്ട്. ഇത് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അത് ഞാൻ സെപ്പറേറ്റ് വീഡിയോ കാണിക്കാം. ഇത് നെയിൽ ആർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ്. പക്ഷെ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഇനി ഞാൻ ട്രൈ ചെയ്യുമ്പോൾ എന്താണെങ്കിലും വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. അപ്പോൾ അതാ ഇത്രയൊക്കെയാണ് നമ്മളെ നെയിൽ പോളിഷ് കളക്ഷൻ. ഇതിൽ പ്രത്യേകിച്ച് ഇൻഫോർമേറ്റീവ് ആയിട്ടൊന്നുമില്ല. എനിക്ക് ഏതെങ്കിലുമൊക്കെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ ഓൺലൈൻ ആയത് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഞാൻ എന്തായാലും മെൻഷൻ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മളുടെ ഈ ഒരു വീഡിയോ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്താണെങ്കിലും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഷെയർ ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ സജഷൻസും കമൻസും എല്ലാം താഴെ കമന്റ് ബോക്സിൽ. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.